മണി കാൺ ബൈ യു ഹാപ്പിനെസ് എന്ന ആളുകൾ പറയുമ്പോൾ അതങ്ങനെയല്ല, പണമുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ എന്ന് തിരിച്ചു വാദിക്കുന്നവരുണ്ട്. പക്ഷേ ഇട്ടുമൂടാൻ പണമുണ്ടായിട്ടും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാപ്പിയല്ല. ഏതൊരു ഫുട്ബോൾ താരത്തിനും സ്വപ്നം കാണുന്നതിനേക്കാൾ ഏറെ പണം ലഭിക്കുന്ന ലീഗാണ് സൗദി ലീഗ്. അതുകൊണ്ട് അവിടെയുള്ള താരങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടുള്ള നിരാശ ഒരിക്കലും ഉണ്ടാകില്ല. പിന്നെ എന്തായിരിക്കും ക്രിസ്ത്യാനോയ്ക്ക് പറ്റിയത്? ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ചില അപ്രതീക്ഷിത നീക്കങ്ങളാണ് സൗദി ലീഗിൽ സംഭവിച്ചത്. അതുതന്നെയാണ് റൊണാൾഡോയെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. സൗദി ലീഗിൽ എന്താണ് നടക്കുന്നത്? ക്രിസ്ത്യാനോ എന്തുകൊണ്ട് ഹാപ്പിയല്ല? തിങ്കളാഴ്ച അൽ റിയാദ് അൽ നസർ സൗദി പ്രോ ലീഗ് മത്സരത്തിൻ്റെ ലൈനപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല. തൊട്ടുമുമ്പത്തെ മത്സരം വരെ ഗോളടിച്ചു കൂട്ടിയ റൊണാൾഡോ പെട്ടെന്ന് സ്ക്വാഡിൽ കാണാനില്ല. ഒരു തരത്തിലുള്ള പരിക്കുകളോ സസ്പെൻഷനോ റിപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടുമില്ല. പിന്നെ എന്തായിരിക്കും പറ്റിയത്? അപ്പോഴാണ് ചില റിപ്പോർട്ടുകളിൽ ക്രിസ്ത്യാനോ ഓൺ സ്ട്രൈക്ക് എന്ന് എഴുതി കണ്ടത്. ക്ലബിൻ്റെ നടത്തിപ്പിനോട് ക്രിസ്ത്യാനോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കീഴിൽ അൽ നസർ ഉൾപ്പെടെ സൗദി പ്രോ ലീഗിൽ കളിക്കുന്ന 4 ക്ലബ്ബുകളാണുള്ളത്. ലീഗിൽ മുന്നിട്ട് നിൽക്കുന്ന അൽ ഹിലാൽ, അൽ അഹ്ലി, അൽ ഇത്തിഹാദ് തുടങ്ങിയ ക്ലബ്ബുകളാണ് ആ ലിസ്റ്റിലുള്ളത്. എല്ലാവർക്കും ഒരേ ഉടമസ്ഥർ. തൻ്റെ ക്ലബ്ബായ അൽ നസറിൻ്റെ ട്രാൻസ്ഫർ ബിസിനസ്സിൽ ക്രിസ്ത്യാനോ ഹാപ്പിയല്ല എന്നും അൽ ഹിലാലിനോട് ഉടമസ്ഥർ കൂടുതൽ താല്പര്യം കാണിക്കുന്നുവെന്ന് സൂപ്പർ താരത്തിന് തോന്നിയെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്ന കരീം ബെൻസീമയുടെ കൂടുമാറ്റമാകാം അതിന് വഴിവെച്ചതെന്ന് സ്കൈ സ്പോർട്സ് റിപ്പോർട്ടർ കാവ്യ സോൾകോൾ പറയുന്നു. അൽ ഇത്തിഹാദ് നൽകിയ പുതിയ കരാറിൽ അതൃപ്തി കാണിച്ച ബെൻസിമ ചിരവൈരികളായ അൽ ഹിലാലിലേക്ക് കൂടുമാറി. അൽ ഇത്തിഹാദിൽ ബെൻസിമ 64 മത്സരങ്ങളിൽ നിന്ന് 38 ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്. കൂടാതെ 2 കിരീടങ്ങൾ കയ്യിലാക്കി. നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള അൽ ഹിലാലുമായി 1 പോയിന്റ് വ്യത്യാസം മാത്രമാണ് അൽ നസറിനുള്ളത്. അതോടൊപ്പം ഫ്രഞ്ച് സൂപ്പർ താരത്തിൻ്റെ വരവ് കിരീട പോരാട്ടത്തിൽ എതിരാളികൾക്ക് വലിയ സാധ്യതയാണ് നൽകുന്നത്. ഒരു സ്ഥലത്ത് അൽ ഹിലാൽ ഇത്തരമൊരു വമ്പൻ സൈനിങ് നടത്തുമ്പോൾ അൽ നസർ കാര്യമായ നീക്കങ്ങളൊന്നും നടത്തിയതുമില്ല. ആകെ എത്തിച്ചത് ഹൈദർ അബ്ദുൽ കരീം എന്ന ഇറാഖി യുവതാരത്തിനെ. 2022 ഡിസംബറിൽ അൽ നസറിലെത്തിയ ക്രിസ്ത്യാനോ 2 ഫുൾ സീസണാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. എന്നിട്ടും ഒരു ലീഗ് കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ല. ആകെ നേടിയത് 2023 അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് മാത്രമാണ്. ഇതേ കാലയളവിൽ അൽ ഇത്തിഹാദ് 2 തവണയും അൽ ഹിലാൽ 1 തവണയും സൗദി പ്രോ ലീഗ് കിരീടം നേടി. എന്നാൽ നിലവിലെ സീസണിൽ കിങ്സ്ലി കൊമാനും ജാവോ ഫിലിക്സും വന്നതോടെ കിരീട പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ഡിസംബർ അവസാനം വരെ അൽ ഹിലാലിന് മുകളിൽ 1-ാം സ്ഥാനത്തായിരുന്നു അൽ നസറിൻ്റെ സ്ഥാനം. പക്ഷേ ജനുവരിയിൽ ആദ്യ 3 മത്സരങ്ങൾ തോറ്റതോടെ കാര്യങ്ങൾ വഷളായി. അൽ ഹിലാൽ അവർക്ക് മുകളിലേക്ക് കയറി. എന്നാൽ ക്രിസ്ത്യാനോയുടെ തീരുമാനത്തിൽ അൽ നസർ അധികൃതർ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. പോയ വർഷം ജൂണിൽ അൽ നസറുമായി കരാർ പുതുക്കിയ റൊണാൾഡോ ക്ലബ്ബിൽ സന്തുഷ്ടനാണെന്ന് പറയുകയുണ്ടായി. പോരാത്തതിന് ക്ലബിൻ്റെ നടത്തിപ്പിലും ക്രിസ്ത്യാനോയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഉദാഹരണത്തിന് ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സിമാവോ കുട്ടീഞ്ഞോ, CEO ഹോസെ സെമേഡോ, പരിശീലകനായ ഹോർഗെ ജീസസ് എന്നിവരെ എത്തിച്ചത് ക്രിസ്ത്യാനോയുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ സൗദിയിൽ അൽ നസറിന് മുകളിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ പണം ചെലവാക്കിയ ഒരു ക്ലബ് അൽ ഹിലാൽ മാത്രമാണ്. പക്ഷേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലോകോത്തര താരങ്ങളെ ഒരുപോലെയാണ് PAF അവരുടെ ക്ലബ്ബുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അൽ നസറിൽ ക്രിസ്ത്യാനോയ്ക്ക് പുറമെ സാദിയോ മാനെ, കിങ്സ്ലി കൊമാൻ, ജാവോ ഫെലിക്സ്, ഇനിഗോ മാർട്ടിനസ്, ഐമറിക് ലപ്പോർട്ടെ അങ്ങനെ നിരവധി താരങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അൽ ഹിലാലിൽ നെയ്മർ, റൂബൻ നെവസ്, തിയോ ഹെർണാണ്ടസ്, മാൽക്കം, ജാവോ കാൻസലോ, അൽ അഹ്ലിയിൽ ഫിർമീനോ, മെഹറസ്, ഐവൻ ടോണി, അൽ ഇത്തിഹാദിൽ കരീം ബെൻസമ, ഫാബീന്യോ, ദിയാബി അങ്ങനെ ഓരോ ക്ലബിലും യൂറോപ്പിൽ നിന്ന് താരങ്ങളെ വലിയ പണം നൽകി അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. എന്നാൽ കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് വരുന്നത് ക്രിസ്ത്യാനോയുടെ കരാറിൽ 50 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടെന്ന് അറിയുമ്പോഴാണ്. 18 മാസം മാത്രമാണ് സൂപ്പർ താരത്തിൻ്റെ കരാറിൽ ബാക്കിയുള്ളത്. ക്രിസ്ത്യാനോ ആയതുകൊണ്ടും കളത്തിലെ പെർഫോമൻസ് മാത്രമല്ല ആ ബ്രാൻഡ് തന്നെയാണ് 50 മില്യൺ വാങ്ങാൻ സാധിക്കുന്നത് എന്നറിയുമ്പോൾ ആരായാലും കൊതിച്ചു പോകും. ഫെബ്രുവരി 5-ന് 41 വയസ്സ് തികയുമ്പോഴും റൊണാൾഡോയുടെ ഗോളടിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കണം. അതല്ലാതെ എൻഗോലോ കാൻറ്റെ ചെയ്തതുപോലെ കരാർ റദ്ദാക്കിയതിനു ശേഷം ക്ലബ്ബ് മാറാൻ സാധിക്കും. നിലവിലെ നിയമങ്ങളനുസരിച്ച് ഫ്രീ ഏജന്റായി നിൽക്കുന്ന താരങ്ങൾക്ക് ഈ മാസം 26-നുള്ളിൽ പുതിയ ക്ലബ്ബിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ഈ സീസണിൽ തുടർന്നും കളിക്കാം. പുതിയ റൂമറുകൾ അനുസരിച്ച് മാഞ്ചസ്റ്റർ ഈവനിംഗ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഓൾഡ് ട്രാഫോർഡിലേക്ക് തിരിച്ചുവരവിനും ഇവിടെ വഴി തുറക്കുന്നു. കൂടാതെ PAFൻ്റെ ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡിലേക്കോ അല്ലെങ്കിൽ MLS-ലേക്കോ റോണോ ചേക്കേറിയേക്കാം. എന്തായാലും നിലവിൽ സൗദി ക്ലബിൻ്റെ അധികൃതർ ക്രിസ്ത്യാനോയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽ ഇത്തിഹാദുമായുള്ള അൽ നസറിൻ്റെ നിർണായക മത്സരത്തിൽ റോണോയോട് കളത്തിലിറങ്ങാനാണ് അവർ ആവശ്യപ്പെടുന്നത്. 1000 ഗോൾ എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് കുതിക്കുന്ന ക്രിസ്ത്യാനോയ്ക്ക് അധികകാലം കളത്തിൽ നിന്ന് പുറത്തിരിക്കാനാകില്ല.